to the confession of our hope without wavering. For he who has promised is faithful. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. Let us hold fast the confession. ഏറ്റുപറയുന്നതിൽ You have to സ്ഥിരതയുണ്ടായിരിക്കണം. You have to confess it. ഏറ്റുപറയണം നിങ്ങളത്. You have to say it. നിങ്ങളത് പറയണം. Repeatedly you have to recite it. ആവർത്തിച്ച് നിങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. Hallelujah. ഹല്ലേലൂയ. You have to let us hold fast the confession of our hope without wavering. Each time you confess through your mouth, ഓരോ പ്രാവശ്യവും നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് ഇത് ഏറ്റുപറയുമ്പോൾ you have to say it. Often you have to say it. എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. Hallelujah. ഹല്ലേലൂയ. Oh, I went there for the retreat. I also confessed. I also declared tetelestai so many things. Nothing worked it out. Now I'm trying another one. ഞാൻ അവിടെ ധ്യാനത്തിന് പോയി, ഞാൻ അവിടെ ഏറ്റു പറഞ്ഞു, ടെറ്റലസ്റ്റായി എന്ന് വിളിച്ചു കൂവി പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചില്ല. Nothing worked it out. ഒന്നും സംഭവിച്ചില്ല. Tetelestai, what is that? ടെറ്റലസ്റ്റായി എന്താണത്? Another Ford business. Tetelestai, what is that? Hallelujah. ഹല്ലേലൂയ. I'm telling you, my dear brother and sister. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വ്യക്തമായി ഇത് പറയട്ടെ. If you understand this message, ഈ സന്ദേശം, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ hold it. പിടിച്ചു വെക്കുക നിങ്ങളിൽ അതിനെ. Hold fast. പിടിച്ചു വെക്കുക നിങ്ങൾ അതിനെ. The confession of your faith. നിങ്ങളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് Hold it. പിടിച്ചു വെക്കുക. Don't leave it. വിട്ടുകളയല്ല അതിനെ. I tried, then I left. No. ഞാൻ പരിശ്രമിച്ച് നോക്കി, പക്ഷെ എന്നിൽ നിന്ന് വിട്ടുപോയത്. Hold it. പിടിച്ചു വെക്കുക. Keep on saying. വീണ്ടും ആവർത്തിച്ചത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. Keep on saying. വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. Say it again and again and again. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. Tetelestai. I know my Jesus did everything on the cross for me. എനിക്കറിയാം, എനിക്ക് വേണ്ടി എന്റെ യേശു കുരിശിൽ എല്ലാം പൂർത്തീകരിച്ചു എന്ന്. Say it. Keep on saying it. അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. Hold fast. പിടിച്ചു വെച്ച് The പറഞ്ഞുകൊണ്ടേയിരിക്കുക. confession of your hope. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ. Yes, confession of your hope. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ. Without wavering. ഇളകുന്ന മനസ്സില്ലാതെ, ഇളകാതെ. All of you say without wavering. ഇളകാതെ. What is the problem, you know? When we face the circumstances after hearing this message, this wavering will take place. You know, wavering. ഈ സന്ദേശം നമ്മൾ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇളക്കം തട്ടാൻ തുടങ്ങും. സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും ഇളക്കം തട്ടാൻ തുടങ്ങും. Hallelujah. Wavering. ഇളക്കം തട്ടുക. It is true. Jesus finished on the cross. See my daughter. സത്യമാണ്, യേശു എല്ലാം കുരിശിൽ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ എന്റെ മകളെ ഒന്ന് നോക്ക്. See my son. എന്റെ മകനെ ഒന്ന് നോക്ക്. See my future. എന്റെ ഭാവി എന്താണെന്ന് നോക്ക്. See my future. എന്റെ ഭാവി എന്താണെന്ന് നോക്ക്. Nothing is happening. ഒന്നും സംഭവിക്കുന്നില്ല. I also claimed tetelestai. ഞാനും പ്രഖ്യാപിക്കുന്നു tetelestai എന്ന്. But nothing is happening. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. When I'm looking into my future, ഞാൻ എന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ, when I'm comparing these things with the message of tetelestai, this is coming here, wavering. എന്റെ ഭാവിയും ഈ സന്ദേശങ്ങളും ടെറ്റലസ്റ്റായും സന്ദേശം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഇളക്കം തട്ടുന്നു. I believed it, brother. ഞാനത് വിശ്വസിച്ചു ബ്രദറെ. I said it, brother. ഞാനത് വിളിച്ചു പറഞ്ഞു ബ്രദറെ. I confessed it, brother. ഞാനത് ഏറ്റു പറഞ്ഞു ബ്രദറെ. Second time also I went there for the retreat, brother. രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ധ്യാനത്തിന് പോയ അവിടെ. Third time also I went there for the retreat. മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ ധ്യാനത്തിന് പോയ അവിടെ. Nothing happening. ഒന്നും തന്നെ എനിക്ക് സംഭവിച്ചില്ല. Nothing happening. ഒന്നും തന്നെ I saw many miracles in front of my eyes. എന്റെ കണ്ണിന്റെ മുന്നിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളെ ഞാൻ കണ്ടു. I have witnessed it. ഞാൻ അതിന് സാക്ഷിയാണ്. I am the eyewitness of all those. ഞാൻ അതിനെ കണ്ണാലെ കണ്ട സാക്ഷിയാണ്. But in my case, എന്നാൽ എന്റെ കാര്യത്തിൽ nothing is working out. ഒന്നും തന്നെ സംഭവിച്ചില്ല. There comes the wavering. അവിടെയാണ് ഇളക്കം സംഭവിക്കുന്നത്. Oh, whether I should say this or not, whether I should go for it, whether I should say it. ഞാനിത് പറയണോ വേണ്ടയോ? 10,000 times I wrote the word tetelestai. 10,000 പ്രാവശ്യം ഞാൻ ടെറ്റലസ്റ്റായി എന്ന വാക്ക് എഴുതി. See, situation is same. പക്ഷെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. Hallelujah. 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 So this wavering will come.
ഈ ഇളക്കം അപ്പോൾ ഉണ്ടാവുന്നു. Tell to your neighbor, this is normal. അടുത്തിരിക്കുന്ന ആൾക്ക് കരം തൊട്ട് പറഞ്ഞേ, ഇത് സാധാരണ, It's normal. ഇത് സാധാരണയാണ്, It's normal. ഇത് സാധാരണയാണ്, It's natural. അത് സ്വാഭാവികമാണ്. Say it, it is natural. ഇത് സ്വാഭാവികമാണെന്ന് പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. Because you are trying to bring something from the unseen to the seen. കാരണം നിങ്ങൾ കാണപ്പെടാത്ത ലോകത്തിൽ നിന്ന് എന്തോ ഒന്നിനെ കാണപ്പെടുന്ന ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ്. Hello. ആമേൻ. You are not saying something in the seen world. കാണുന്ന ലോകത്തിലുള്ള ഒന്നിനെയല്ല നിങ്ങൾ പറയുന്നത്. You are trying to bring something from the unseen to the seen. കാണപ്പെടാത്തതിൽ നിന്ന് കാണുന്നതിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത്. So there is a huge risk in it. അതിനകത്ത് വലിയ കഠിനമായ ഹാർഡ് വർക്ക് ഉണ്ട്. Believing is the greatest challenge of the day. വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇന്നിന്റെ ദിവസത്തിലെ വലിയ കടമ്പയാണ്. For the unbelief, no need of special gift. വിശ്വസിക്കാത്തവർക്ക്, for unbelieving, no need of special grace. അവിശ്വസിക്കുക എന്ന് പറയുന്നത് അവിശ്വാസത്തിന് വലിയ കൃപയുടെ ആവശ്യമൊന്നുമില്ല. പറഞ്ഞാലായിട്ട് അവിശ്വാസത്തിന് വലിയ കൃപയുടെ ആവശ്യമൊന്നുമില്ല. Believing only you need grace. വിശ്വസിക്കാനാണ് നിനക്ക് കൃപ വേണ്ടത്. Believing. വിശ്വസിക്കുക. When circumstances hits you, സാഹചര്യങ്ങൾ നിന്നെ അടിക്കുമ്പോൾ, there this will come, the wavering. അവിടെ നിനക്ക് ഇളക്കം തട്ടാൻ തുടങ്ങും. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Jesus said, Peter, യേശു പത്രോസിനോട് പറഞ്ഞു, it is me. ഇത് ഞാനാകുന്നു. Take your steps. നീ കാലെടുത്ത് വെക്ക്. Fisherman മുക്കുവൻ walking upon water. വെള്ളത്തിന്റെ മേളിൽ കൂടെ നടക്കുന്നു. Okay, the first step. ആദ്യത്തെ ചുവട് നോക്കുക. It's very pleasurable, no problem. ഒരു കുഴപ്പവും സംഭവിച്ചില്ല. But when he see the surroundings, എന്നാൽ അവൻ അവന്റെ ചുറ്റിലേക്കും കണ്ണോടിച്ചപ്പോൾ, who is calling him? ആരാണ് അവനെ വിളിക്കുന്നത്? Carpenter. തച്ചൻ. Who is he? ആരാണ് അവൻ? Fisherman. മുക്കുവൻ. Who knows the geography of the sea? ആർക്കാണ് കടലിന്റെ ശാസ്ത്രം അറിയാവുന്നത്? Fisherman. That intellectual knowledge, ആ ബുദ്ധിപരമായ ചിന്ത is hitting his head. അവന്റെ തലച്ചോറിൽ വന്നപ്പോൾ Started wavering. അവൻ ഇളക്കം തട്ടി. That's why it says, let us hold fast the confession of our oath without wavering. ഇളകാതെ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവിൻ. Hold it. പിടിക്കുവിൻ. Hold fast. മുറുകെ പിടിക്കുവിൻ. Hold fast. മുറുകെ പിടിക്കുവിൻ. Turn to your neighbor and say, hold fast. അടുത്തിരിക്കുന്ന ആളോട് പറ, മുറുകെ പിടിക്കുവിൻ. മുറുകെ പിടിക്കുവിൻ. Hold someone and say, hold fast. ഒരാളെ പിടിച്ചിട്ട് പറ, മുറുകെ പിടിക്കുവിൻ. Hold fast. മുറുകെ പിടിക്കുവിൻ. Hold fast. മുറുകെ പിടിക്കുവിൻ. Say it. Hold വീണ്ടും fast. പറയാ, മുറുകെ പിടിക്കുവിൻ. Hold fast. മുറുകെ പിടിക്കുവിൻ. Hallelujah. ഹല്ലേലൂയ. Hold someone's hand and say, hold fast. ഒരാളെ പിടിച്ചിങ്ങനെ കുലുക്കിയിട്ട് പറ, മുറുകെ പിടിക്കുവിൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Challenges will come. Challenges will come. കടമ്പകൾ നിങ്ങളുടെ മുന്നിൽ വരും. Circumstances will come. സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. Hurdles will come. ചാടിക്കടക്കേണ്ട ഹഡിൽസുകൾ നിങ്ങൾക്ക്, Trials will come. പരീക്ഷണങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. Hurricanes will come. Tsunami will come. Hallelujah. You have to hold fast. നിങ്ങൾ മുറുകെ പിടിക്കണം. No. From this faith, I am not ready to step down. Anything may happen. I am not ready to step down. തയ്യാറല്ല. I know my Lord. എനിക്ക് എന്റെ കർത്താവിനെ അറിയാം. That's the next verse it says. അതാണ് അടുത്ത വചനം പറയുന്നത്. For he who promised is faithful. അവൻ പറഞ്ഞ വിശ്വസ്തത. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. നമ്മോട് വാഗ്ദാനം പറഞ്ഞവൻ വിശ്വസ്തനാണ്. He who promised is faithful. അവൻ നമ്മോട് പറഞ്ഞ വാഗ്ദാനത്താൽ വിശ്വസ്തനാണ്. It's not says the preacher is faithful. ഒരിക്കലും പറയുന്നില്ല പ്രസംഗകനാണ് വിശ്വസ്തനെന്ന്. It's not says the translator is faithful. ട്രാൻസ്ലേറ്റർ ആണ് വിശ്വസ്തനെന്ന് പറയുന്നില്ല. പറയുന്നേയില്ല. ഒട്ടും പറയത്തില്ല. But it says, നല്ലത് പറയുന്നു. He who promised is faithful. നമ്മോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തൻ. He who promised is faithful. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തൻ. Who is he? ആരാണവൻ? Who is he? ആരാണവൻ? The one who finished the work for you. നിങ്ങൾക്ക് വേണ്ടി ജോലി പൂർത്തിയാക്കിയവൻ. The one who said, Tetelestai.
ടെറ്റലസ്റ്റായി എന്ന് വിളിച്ചു